നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിൽ ഇതുവരെ ഡീൽ ചെയ്തത് ഡെറിവേറ്റീവ് അല്ലെ, ഡൈവേർജൻസ് ആയാലും കേൾ ആയാലും ഇനി ഗ്രേഡിയന്റ് ആയാലും ഒക്കെ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് ആയിരുന്നു അല്ലെ എടുത്തത്. ഇനി നമുക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ലാപ്ലേസിയൻ വരെ നമ്മൾ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഇന്റഗ്രൽ കാൽക്കുലസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോഡൈനാമിക്സ് അതാണല്ലേ നമ്മളെ പേപ്പർ. അപ്പൊ ഈ ഇലക്ട്രോഡൈനാമിക്സിൽ ഇന്റഗ്രൽ കാൽക്കുലസിന് വളരെ ഒരുപാട് തവണ അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർഫസ് ഇന്റഗ്രല്, ലൈൻ ഇന്റഗ്രല്, വോളിയം ഇന്റഗ്രല്, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൽ ഓരോ ലൈൻ ഇന്റഗ്രൽ എന്താണ്, സർഫസ് ഇന്റഗ്രൽ എന്താണ്, വോളിയം ഇന്റഗ്രൽ എന്താണ്, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻസ് നടത്താം എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താ ഈ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ? ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ് സമ്മേഷൻ ആണെന്ന് അല്ലെ. ലിമിറ്റ്, അതായത് ആ ഒരു ഒരു ടോട്ടൽ ഇന്റർവെലിനെ ഡിഫറെന്റ് സ്മോൾ ഇന്റർവെൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡ് ചെയ്തതിന്റെ വിഡ്ത്ത് വളരെ, അതായത് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ആ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ആ വിഡ്ത്ത് 0യോട് അടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഇന്റഗ്രൽ ആയിട്ട് കണ്ടിന്യൂസ് സമ്മേഷനെ ഇന്റഗ്രൽ ആയിട്ട് നമ്മൾ മാറ്റിയില്ലേ. ഇനി നമുക്ക് ലൈൻ ഇന്റഗ്രൽ എന്താണ്, അതാണ് ജനറൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ് ലൈൻ ഇന്റഗ്രൽ. ഇപ്പൊ ലൈൻ ഇന്റഗ്രൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതും ഇനി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുന്നുണ്ട്. ലൈൻ ഇന്റഗ്രൽ എക്സ്പ്രസ്ഡ് ആസ് ദ ഫോം ഇന്റഗ്രൽ v dot dl ലിമിറ്റ് a to d. ഇതാണ് ഇൻ ജനറൽ നമുക്ക് ഒരു ലൈൻ ഇന്റഗ്രലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് v എന്ന് പറയുന്നത്, ഇതിൽ v എന്താണ്, ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. v എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. dl എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഫിനിറ്റസിമൽ, അതായത് ഇൻഫിനിറ്റസിമൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ലെങ്തില് dl എന്ന് പറഞ്ഞാൽ ലെങ്തിലുള്ള വളരെ ചെറിയ ചേഞ്ച് ആണ് എന്ത് dl എന്ന് പറയുന്നത്. ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡിസ്റ്റൻസ് ആണ്. ദെൻ എവിടുന്ന് എവിടം വരെ, a to b, v dot dl. ഇതാണ് ഈ dl. ഇതാണ് dl എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈനിൽ എത്ര ചേഞ്ച് ഉണ്ടായി. അപ്പം ഇതാണ് ശരിക്കും നമ്മളെ ലൈൻ ഇന്റഗ്രലിന്റെ ജനറൽ ഫോം. ദെൻ നമുക്ക് ഈ ലൈൻ ഇന്റഗ്രൽ ഒരു ക്ലോസ്ഡ് പാത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഇന്റഗ്രലിനെ എങ്ങനെ മാറ്റി എഴുതാം, ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്ത്, ക്ലോസ്ഡ് ഇന്റർവെൽ, അതായത് ഇതൊരു ക്ലോസ്ഡ് പാത്തിലാണ്, ക്ലോസ്ഡ് ഇന്റർവെൽ ആണ് v dot dl. ഇങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രോബ്ലംസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ക്ലോസ്ഡ് പാത്ത് v dot dl ആണ് നമ്മളോട് ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ലൈൻ ഇന്റഗ്രലിന് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അത്ര പരിചയമൊന്നും തോന്നില്ല അല്ലെ. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട് ലൈൻ ഇന്റഗ്രലില്. ദാറ്റ് ഈസ് w is equal to integral f dot dr. എന്താ ഇത്? ദാറ്റ് ഈസ് വർക്ക് ഡൺ അല്ലെ. അതായത് വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു f dot dr അല്ലെ. dr എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്തിലുള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിലുള്ള ചെറിയ ചേഞ്ച് ആണ് dr അല്ലെ. f dot dr, ഇന്റഗ്രൽ f dot dr അല്ലെ വർക്ക് ഡൺ. അപ്പൊ ലൈൻ ഇന്റഗ്രലിന് നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻ ഇന്റഗ്രല്, സർഫസ് ഇന്റഗ്രല്, വോളിയം ഇന്റഗ്രൽ അതും ഒക്കെ, അതായത് ലൈൻ ഇന്റഗ്രൽ എന്താണെന്നും സർഫസ് ഇന്റഗ്രൽ എന്താണെന്നും വോളിയം ഇന്റഗ്രൽ എന്താണെന്നും അറിയാതെ തന്നെ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കാതെ തന്നെ നമ്മൾ ഈ ലൈൻ ഇന്റഗ്രലിലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രലിലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ വോളിയം ഇന്റഗ്രലിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ് എന്ത്, വർക്ക് ഡൺ. വർക്ക് ഡൺ എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ലൈൻ ഇന്റഗ്രൽ അല്ലേ. ദാറ്റ് ഈസ് f dot dr. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ സർഫസ് ഇന്റഗ്രൽ ആണെങ്കിൽ ds ആണ് വരിക, വോളിയം ഇന്റഗ്രൽ ആണ് dv ആണ് വരിക. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ജസ്റ്റ് ലൈൻ ഇന്റഗ്രൽ എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഈ ലൈൻ ഇന്റഗ്രലിൽ നമുക്ക് ഈ ഒരു പാത്ത് അല്ലെ,
ഈ ഒരു പാത്തിന്റെ ഓരോ പോയിന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇന്റഗ്രൽ. അതായത് ആദ്യം ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്തതാണ് നമ്മൾ ഈ ഇന്റഗ്രേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്തത് അല്ലെ. അപ്പൊ ഈ ഒരു ചെറിയ ഒരു ഡെൽറ്റ, അതായത് ചെറിയൊരു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിലെ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനോട് പ്ലസ് നെക്സ്റ്റ് ഇന്റർവെല്ല് അങ്ങനെ ഓരോ ഇന്റർവെല്ലിലെയും ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്ത് ഫോഴ്സ് F.dr ചെയ്താൽ നമുക്ക് വർക്ക് കിട്ടും അല്ലെ. അങ്ങനെ ഓരോ വർക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും W is equal to integral F.dr അല്ലെ. അത് ഈ ഓരോ ലൈനിന്റെ ഈ ലൈനിലെ ഓരോ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജനറൽ കേസ്. പക്ഷെ നമുക്കതില് ഫോർ എ കൺസർവേറ്റീവ് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിൽ എന്താണ് വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്തിനെ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ, കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും പഠിച്ച സമയത്ത് ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. അതെന്താണ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പം പിന്നെ പക്ഷെ ലൈൻ ഇന്റഗ്രലില് ഇതിൽ ഓരോ പോയിന്റിനും ലൈനിലെ ഓരോ പോയിന്റിനെയും എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ. ഇതാണ് ജസ്റ്റ് ഇത്രയൊക്കെയുള്ള ലൈൻ ഇന്റഗ്രലിനെ പറ്റി പറയാന്. എന്താണ് ലൈൻ ഇന്റഗ്രലില് പിന്നെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രലിലെ ഒരു മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് എന്താന്ന് മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇന്റഗ്രൽ A.B.V.dl അത് ലൈൻ ഇന്റഗ്രൽ ആണെന്ന് പഠിച്ചു വെക്കുന്നതിൽ കൂടുതൽ നമുക്ക് ഇത് വെച്ച് പ്രോബ്ലംസ് ചെയ്യുക എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ലൈൻ ഇന്റഗ്രൽ കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ് dl എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, ഇൻഫിനിറ്റെസിമൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആക്ച്വലി എന്താ ഈ dl എന്ന് പറയുന്നത്? dl എന്ന് പറയുന്നത് dxi പ്ലസ് dyj പ്ലസ് dzk അല്ലെ. അതായത് എക്സിലും വൈയിലും സെഡിലും ഉള്ള ചേഞ്ച് ആണ് എന്ത് ജനറലി dl എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഒരു ലൈനിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം dl വരുന്നത്. അതായത് ഇവിടെ ശരിക്കും ആ ഒരു എക്സിൽ എത്ര ഇപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ കൂടുതൽ എന്താണ് ലൈൻ ഇന്റഗ്രൽ എന്നുള്ളത് ആക്ച്വൽ മീനിങ് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഇതൊന്നും വേണ്ടല്ലോ, V.dl ആണ്, അത് മനസ്സിലാക്കി വെച്ചോളൂ. ദെൻ നമ്മുടെ പ്രോബ്ലം ഇതാണ്, കാൽക്കുലേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ. ലൈൻ ഇന്റഗ്രൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓഫ് ദ ഫംഗ്ഷൻ v is equal to y square I plus 2x into y plus 1 j from a point a ലിമിറ്റ് വേണം അല്ലെ. a equal to 1 1 0 b equal to 2 2 0. ഇതാണ് നമ്മുടെ പോയിന്റ്. then calculate line integral of a function v is equal to y square I plus 2x into y plus 1 j at a point a 1 1 0 b 2 2 0. അപ്പൊ നമുക്ക് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ആണല്ലേ കാണേണ്ടത്. അതിന് ബാക്കിയൂടെ ഉണ്ട് പിന്നെ to a point b along the path 1 and 2. അപ്പൊ രണ്ട് പാത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് പാത്തിലൂടെയുമുള്ള പിന്നെ F.dl അല്ലെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് ഫിഗർ ഉണ്ട്, ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു XY ആക്സിസ് ഉണ്ട്, കാരണം അത് Z0 അല്ലേ. നോക്കൂ, A എന്ന് പറയുന്ന പോയിന്റിലും XY ഉള്ളൂ, ബിയിലും XY ഉള്ളൂ അല്ലെ. അപ്പൊ Z0 ആണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതാണ് ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റ്, ഇതോ B എന്ന് പറയുന്ന പോയിന്റ് B അല്ലെ. നിങ്ങൾ നോക്കൂ, ദാറ്റ് ഈസ് A എന്ന് പറഞ്ഞാൽ 1 1 0 അല്ലെ. ഈ പോയിന്റ് അല്ലേ 1 1 0 എന്ന് പറയുന്നത്. 1 2 1 2 1 1 0 എന്ന് പറയുന്നത്. ദെൻ രണ്ട് പാത്ത് ഉണ്ട്. അതിൽ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഒന്ന് ഈ പാത്ത്,
നോക്കൂ നിങ്ങൾ, എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 പാത്ത് ഉണ്ട് അല്ലെ. ഇത് ഫസ്റ്റ് പാത്ത്, ഇതോ ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട് അല്ലെ, ഇത് രണ്ടാമത്തെ പാത്ത്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ പാത്തിലെയും ലൈൻ ഇന്റഗ്രൽ സെപ്പറേറ്റ് കണ്ടിട്ട് സെപ്പറേറ്റ് കാണണം. ദാറ്റ് ഈസ് ഫസ്റ്റ് പാത്ത് 1 കാണാം, ദെൻ സെക്കൻഡ് 2 കാണാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? വി ഡോട്ട് ഡി എൽ അല്ലെ. വി ഡോട്ട് ഡി എൽ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ ഫസ്റ്റ് പാത്തിലത്തതാണ് കേട്ടോ, അതായത് ഈ ഫസ്റ്റ് കേസിലത്തതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സി എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ റെപ്രസെന്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഈ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? എ ടു സി കാണണം അല്ലെ, പ്ലസ് സി ടു ബി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫസ്റ്റ് പാത്ത് കംപ്ലീറ്റ് ആവില്ലേ അല്ലെ. അതായത് ഫസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് എ സി പ്ലസ് സി ബി അല്ലേ. അപ്പം ആദ്യം ഇതിലൂടെയുള്ള എ ടു സി ഉള്ള ലൈൻ ഇന്റഗ്രൽ കാണണം. എ ടു സിയിലേക്കുള്ള ലൈൻ ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് വി എന്ന് പറയുന്നത് എന്താണ്? വി ഡോട്ട് ഡി എൽ അല്ലെ. ഇന്റഗ്രൽ വി ഡോട്ട് ഡി എൽ ആണ് നമുക്ക് കാണേണ്ടത്. വി ഡോട്ട് ഡി എൽ. ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എൽ ഈക്വൽ ടു ഡി എക്സ് ഐ ഡി വൈ ജെ ഡി സെറ്റ്. ഇവിടെ ഡി സെറ്റ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം സെറ്റ് 0 ആണ് അല്ലെ. സെറ്റിൽ അവിടെ വേരിയേഷൻ ഒന്നും വരുന്നില്ല. സോ വി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ വി എന്താണ്? വി എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ഐ പ്ലസ് 2x ഇൻറ്റു വൈ പ്ലസ് 1j അല്ലെ. ഡോട്ട് ഡി എൽ. ഡി എൽ അല്ലെ വി ഡോട്ട് ഡി എൽ. ഡി എൽ എന്ന് പറഞ്ഞാല് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ അല്ലെ. ഡി സെറ്റ് എഴുതണ്ടല്ലോ. ഓക്കെ, ദെൻ ഐ ഡോട്ട് ഐ അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയില്ലേ? ഐയുടെ കോഫിഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലെ. ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഡി എക്സ് ഐ ഡോട്ട് ഐ ഈക്വൽ ടു 1 പ്ലസ് 2x into y plus 1j dy j dot j 1. അപ്പൊ നമുക്ക് v dot dl കിട്ടി ട്ടോ. ദെൻ എയിൽ നിന്ന് സി വരെ എത്തിയിട്ടുള്ളൂ, എ ടു സി എത്തിയിട്ടുള്ളൂ, ദെൻ സി ടു ബി എത്തണം. ദെൻ നമുക്ക് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ v dot dl അല്ലെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി അല്ലെ. എ ടു ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, എയിൽ നിന്ന് പിന്നെ എ ടു ആക്ച്വലി ബി അല്ല സി ആണ് ഇവിടെ, കാരണം ഈ ഒരു ലൈൻ അല്ലേ. ദെൻ എ ടു സി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ് ആക്സിസ് 1 2 ആവുന്നുണ്ട് അല്ലെ. വൈ ആക്സിസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. വൈ അറ്റ് പോയിന്റ് എ എന്ന് പറയുന്നതും 1 ആണ്, സി പറയുന്നതും എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ വൈ അവിടെ 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് കാണുന്നത് അല്ലെ. അതായത് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു വൈ 1 ആണ് അല്ലെ രണ്ട് കേസിലും. അങ്ങനെയാണ്. അതായത് വൈയിൽ ചേഞ്ച് ഉണ്ടോ? ദാറ്റ് ഈസ് ഡി വൈ എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ച് ഇൻ വൈ. വൈ ഉണ്ടോ? ഇല്ല അല്ലെ. ദാറ്റ് ഈസ് 0. വൈയിൽ അവിടെ ചേഞ്ച് ഇല്ല, വൈ ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമ്മളെ വൈ സ്ക്വയർ തന്നെ ഡി എക്സ്. ഇവിടെ നമുക്ക് ഡി വൈ 0 ആയാൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉണ്ടാവോ? അല്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഉണ്ടാവും. ദെൻ ലിമിറ്റ് എവിടെയെന്നാ? എക്സ് അല്ലേ ഇവിടെ വേരിയബിൾ അല്ലെ. എക്സ് 1 to 2 ആണ് അല്ലെ. വേരിയേഷന് 1 to 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എത്ര? വൈ ഒരു കോൺസ്റ്റന്റ് അല്ലേ, 1 അല്ലേ. അപ്പൊ 1 സ്ക്വയർ ഇന്റഗ്രൽ 1 to 2 dx അല്ലെ. നിങ്ങൾക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ലേ? ദാറ്റ് ഈസ് 1 into dx ന്റെ ഇന്റഗ്രൽ x അല്ലെ. ലിമിറ്റ് 1 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 2 minus 1 അല്ലെ. എക്സിന് 2 കൊടുക്കുക, മൈനസ് എക്സിന് 1 കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇന്റഗ്രൽ എ ടു സി എത്രയാണ് നമുക്ക് വി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോ കിട്ടിയത് 1 ആണ് അല്ലെ. ദെൻ ഇനി നമുക്ക് ഈ ഫസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇനി സി ടു ബിയും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ദാറ്റ് ഈസ് ദെൻ നെക്സ്റ്റ് ആണ് സി ടു ബി. സി ടു ബി വി ഡോട്ട് ഡി എൽ അല്ലെ. വി ഡോട്ട് ഡി എൽ അതുപോലെ അത് തന്നെ. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഇന്റഗ്രൽ ഈ സെക്കൻഡ് കേസിൽ നിങ്ങൾ നോക്ക്, ഈ സി ടു ബിയില് വൈ 1 to 2 അല്ലെ വേരിയേഷൻ ഉള്ളൂ. എക്സ് 2 തന്നെ ആയിട്ട് നിൽക്കല്ലേ. എക്സിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? അല്ല അല്ലെ. ദാറ്റ് ഈസ് ഡി എക്സ്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ഈക്വൽ ടു 2 ആണ് അല്ലെ. അപ്പൊ ഡി എക്സോ എക്സിൽ ചേഞ്ച് ഉണ്ടാവില്ല അല്ലെ, 0. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ ഡി എക്സ് 0 ആയിപ്പോയി അല്ലെ. അപ്പൊ ഇത് ഈ ടേം ഉണ്ടാവില്ല. ബാക്കി എന്താ ഉണ്ടാവുക? 2x into y plus 1
dy അല്ലെ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇനി എവിടുന്ന് എങ്ങോട്ട്? ഇവിടെ എക്സ് ഒരു കോൺസ്റ്റന്റ് അല്ലേ, ദെൻ വൈ മാത്രമേ ഉള്ളൂ വേരിയബിൾ ആയിട്ട്. വൈയുടെ ലിമിറ്റ് എവിടുന്ന് എങ്ങോട്ടാ? വൈ എന്ന് പറയുന്നത് 1 to 2. 1 to 2. ഇനി നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സിന് 2 കൊടുക്കുക, ദാറ്റ് ഈസ് 4 പുറത്ത് എഴുതുക. ദെൻ പിന്നെ y പ്ലസ് 1 എന്ന് പറയുന്നത് വൈയുടെ, നിങ്ങൾ നോക്കിയത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ലേ, വൈയുടെ പവർ 1 ആണ്, അപ്പൊ y സ്ക്വയർ വരും അല്ലെ. y²/2 പ്ലസ് 1 into dy എന്ന് പറയുന്ന y വരും അല്ലെ. ലിമിറ്റ് 1 to 2. 4 into, ഇനി ഇന്റഗ്രേഷന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. 4 ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലെ. ദാറ്റ് ഈസ് 2 to 2 square, that is 4/2 plus 2 minus 1/2 plus 1, which is equal to 4 into 4/2 plus 2 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4 minus 1/2 അല്ലേ. 4 plus 1/2, which is equal to 4 into 9/2 1 to 2 തന്നെയല്ലേ. y²/2 2 into 2 4 1/2. Okay, this is minus of എന്ന് പറഞ്ഞിട്ടല്ലേ. Okay, that is minus. അപ്പൊ നിങ്ങൾ നോക്ക് 2 plus 2 4 മൈനസ്, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പൊ ഈ മൈനസ് രണ്ടിന് കോമൺ ആയിട്ടുള്ളതല്ലേ. അപ്പൊ ഇവിടെ 3/2 വരും അല്ലേ. അപ്പം 4 into 8 minus 3 5/2 അല്ലേ. 5/2 2 2 ക്യാൻസൽ, 2 into 5 10 അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ സി ടു ബി എന്ന് പറയുന്ന വി ഡോട്ട് ഡി എൽ ലൈൻ ഇന്റഗ്രൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി അല്ലേ. അപ്പൊ ഈ ടോട്ടൽ പാത്തില്, അതായത് ഈ ഒരു ടോട്ടൽ പാത്തില് നമുക്ക് എത്ര കിട്ടി? ദെൻ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് പാത്തിലുള്ളത് ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി അലോങ് ഫസ്റ്റ് പാത്ത് അല്ലെ. ഫസ്റ്റ് പാത്ത് ആണ് എഫ് ഡോട്ട് ഡി എൽ ഈക്വൽ ടു, ഫസ്റ്റ് കേസിൽ 1 അല്ലെ. ഇവിടുന്ന് ഇവിടെ വരെ 1 ആണ്, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടോ 10 ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ 11 കിട്ടി അല്ലെ. 11 കിട്ടി. ഇനി നമുക്ക്, അപ്പൊ ഫസ്റ്റ് പാത്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാത്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്യാം. ഇനി ഇത് നമ്മുടെ സെക്കൻഡ് പാത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്ക്, സെക്കൻഡ് പാത്തില് നമ്മൾ അതിന്റെ കോർഡിനേറ്റ് എഴുതി നോക്കുന്ന സമയത്ത് എയില് 1 1 അല്ലെ, എക്സും 1 ആണ് വൈയും 1 ആണ് അല്ലെ. ബിയിലോ എക്സ് 2 ആണ് വൈയും 2 ആണ് അല്ലെ. അപ്പൊ നോക്ക് സെക്കൻഡ് പാത്തില് പിന്നെ എക്സ് ഈക്വൽ ടു വൈ അല്ലേ, എക്സ് ഇത്രയാണ് അത്ര തന്നെയാണ് വൈ അല്ലെ. അങ്ങനെ ആണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഡി വൈ ആയിരിക്കില്ലേ. രണ്ട് ഭാഗത്തും ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഡി എക്സ് ഈക്വൽ ടു ഡി വൈ. ഇനി നോക്കൂ, നമ്മുടെ വി ഡോട്ട് ഡി എൽ ജനറൽ ആയിട്ട് വി ഡോട്ട് ഡി എൽ ഇവിടെ ഉണ്ട് അല്ലെ. വി ഡോട്ട് ഡി എൽ എന്താന്നുള്ളത് നമ്മൾ ജനറൽ ആയിട്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ വി ഡോട്ട് ഡി എൽ ഇവിടെയും എന്താണ് നമുക്ക് കാണേണ്ടത്? വി ഡോട്ട് ഡി എൽ തന്നെയാണ് അല്ലെ കാണേണ്ടത്. എ ടു ബി അല്ലെ, എ ടു ബി വി ഡോട്ട് ഡി എൽ തന്നെയാണ് കാണേണ്ടത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് പാത്തില്, രണ്ടാമത്തെ പാത്തില് നമുക്ക് എന്തറിയാം? എക്സ് ഈക്വൽ ടു വൈ ആണ് എന്ന് അറിയാം. അങ്ങനെയാവുന്ന സമയത്ത് ഈ വി ഡോട്ട് ഡി എൽ ഒരു വേരിയബിളിലേക്ക് മാറ്റാൻ പറ്റില്ല. എക്സും വൈയും തുല്യമാണ്. ഒന്നുകിൽ എക്സിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ വൈയിലേക്ക് മാറ്റാം അല്ലെ. അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് ഈ വി ഡോട്ട് ഡി എൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിലേക്ക് മാറ്റിയാലോ? ഇവിടെ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് സ്ക്വയർ വരും അല്ലെ. എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലെ. ഡി എക്സ് പ്ലസ് ഇന്റഗ്രലിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കേട്ടോ. 2x പ്ലസ് 2x into x plus 1 dx എഴുതിക്കൂടെ? കാരണം x ഈക്വൽ ടു y ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ രണ്ട് വേരിയബിളിനെ ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ട് മാറ്റി. ഓക്കെ, ദെൻ എക്സില് ഇവിടെ എന്ത് വേരിയേഷനാണ് വരുന്നത്? 1 to 2 ആണ് അല്ലെ വേരിയേഷൻ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു. അപ്പൊ ഞാൻ നേരിട്ട് ഇത് 1 to 2, ഇവിടെയോ 1 to 2. ഇനി എക്സ് സ്ക്വയറിന്റെ ഇതെന്താണ്? ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 1 to 2 പ്ലസ് ഇവിടെ നോക്കൂ 2 പുറത്തെടുക്കാം. ഇവിടെ എക്സ്
ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണല്ലേ, എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പം എക്സ് ക്യൂബ് ബൈ 3 വരും അല്ലെ. പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു 1 ബ്രാക്കറ്റ് രണ്ട് സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഓരോ സിംഗിൾ സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കുക കേട്ടോ. എക്സ് ഇൻറ്റു 1 എക്സ് ആണ്. ദെൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് സ്ക്വയർ ബൈ 2 അല്ലെ, എക്സ് സ്ക്വയർ ബൈ 2. ലിമിറ്റ് അപ്ലൈ ചെയ്യാം 1 to 2. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇന്റഗ്രലിനെ അഗൈൻ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 to 2 2x സ്ക്വയർ പ്ലസ് ഇന്റഗ്രൽ 1 to 2 2 ഇൻറ്റു എക്സ് ഡി എക്സ്, മറ്റേതും ഡി എക്സ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി ചെയ്താൽ കുറച്ചുകൂടെ തെറ്റാൻ സാധ്യതയില്ല. അപ്പൊ ഇത് ഞാനൊരു സിംഗിൾ സ്റ്റെപ്പിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 8 അല്ലെ, 8/3 മൈനസ് 1/3 പ്ലസ് 2 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 8/3 അല്ലെ, 8/3 പ്ലസ് 4/2 മൈനസ് 1/3 മൈനസ് 1/2. ഞാനൊരു അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇതൊരു സിംഗിൾ സ്റ്റെപ്പിൽ എഴുതിയെന്നേ ഉള്ളൂ. which is equal to 7/3 അല്ലേ, 8/3 മൈനസ് 1/3 7/3 പ്ലസ് 2 ഇൻറ്റു ഇവിടെ നിങ്ങൾ നോക്ക് 8/3 മൈനസ് 1/3 ഉണ്ട് അല്ലേ, അത് 7/3 വരും, 7/3 വരും. മൈനസ് ഇവിടെ നോക്ക് മൈനസ് 1/3 ഉണ്ട്, ഒരു മൈനസ് 1/2 ഉണ്ട് അല്ലെ. ദാറ്റ് ഇസ് അല്ല, ഇവിടെ നോക്ക് ഒരു 4/2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1/2 ഉണ്ട് അല്ലെ. അപ്പൊ എന്താ വരിക, ദാറ്റ് ഇസ് 3/2 വരും അല്ലെ, 3/2 വരും. ഇത് 7/3 ഇത് 3/2. ദെൻ നമുക്ക് ഇവിടെ എഴുതാം. ചെറിയ പോർഷനും കൂടി ഉള്ളു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അപ്പൊ 7/3 പ്ലസ് നിങ്ങൾ നോക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് 2 ഇൻറ്റു 14 മൈനസ് 9 by 6. upper limit minus lower limit അല്ലേ. ഓക്കെ, that is 7/3 plus 2 into 8/3. അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ പ്ലസ് 3/2 അല്ലേ വരിക. that is 8/3 minus 1/3 അല്ലേ, that is 7/3 plus 4/2 minus 1/2 എന്ന് പറഞ്ഞാൽ 3/2 എന്നുള്ള പ്ലസ് അല്ലേ, വലിയ 4/2 അല്ലേ പോസിറ്റീവ്, അപ്പൊ പ്ലസ് 3/2 വരും. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 14 plus 9 വരും. then 14 plus 9 എത്രയാണ്, 23 അല്ലേ, 23/6 വരും അല്ലേ. that is okay. then ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു 3 അല്ലേ. ഓക്കെ 3. then അപ്പൊ നിങ്ങൾ നോക്ക് 7/3 plus 23/3. then 23 plus 7 that is 30/3 എന്ന് വരില്ലേ അല്ലെ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. which is equal to 10 അല്ലേ. അപ്പൊ നമുക്ക് 10 കിട്ടിയില്ല ആൻസർ. അതായത് ഈ A to B ഈ ഒരു പാത്തിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 11ഉം ഈ ഒരു പാത്തില് 10ഉമാണ് അല്ലെ നമ്മുടെ ആൻസർ കിട്ടിയത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് ലൈൻ ഇന്റഗ്രൽ V.dl കാണാനാണ്. ദെൻ ക്ലോസ്ഡ് പാത്തിലെ V.dl ആണ് നമ്മളോട് കാണാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് 11 അല്ലെ, 11 മൈനസ് നിങ്ങൾ നോക്കി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, അപ്പൊ 11 മൈനസ് 10 എടുക്കുക അല്ലെ. സെയിം ഡയറക്ഷൻ അല്ലല്ലോ അല്ലെ, അതായത് ഇങ്ങനെയല്ലല്ലോ പോകുന്നത്, ഇത് ഇങ്ങനെയും വരുന്നുണ്ട്, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഡയറക്ഷൻ. അങ്ങനെയാവുന്ന സമയത്ത് 11 മൈനസ് 10 ദാറ്റ് ഇസ് 1 ആണ് V.dl അലോങ് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലായില്ലേ, ഇത് 1-2 തവണ ചെയ്ത് നോക്കുക, അപ്പൊ സിമ്പിൾ ആവും. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ 8/3 മൈനസ് 1/3 ദാറ്റ് 7/3 ആണ്, പ്ലസ് 4/2 മൈനസ് 1/2 ആണ്. അപ്പൊ വലുത് 4/2 ആണ്, അപ്പൊ പോസിറ്റീവ് സൈൻ ആണ് ഇവിടെ വരിക. ആഡ് ചെയ്തപ്പോ നമുക്ക് 10 കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. 1-2 പ്രോബ്ലംസും കൂടെ ഇത് നിങ്ങളെ പിന്നെ ഗ്രിഫിത്തിന്റെ ഇലക്ട്രോഡൈനാമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അപ്പൊ നന്നായിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ഒന്നുമില്ല, V.dl ആണ്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് സർഫസ് ഇന്റഗ്രൽ എന്താന്ന് നോക്കാം.
അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.